നമസ്കാരം. SSC MDSന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസണിങ്ങിലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത, ഇന്ന് ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം അവസാനം നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ എല്ലാവരും അതിന്റെ ആൻസേഴ്സ് ചെയ്ത് കമന്റ് ചെയ്യുക. നമുക്ക് SSC MDS എക്സാം എന്ന് പറയുമ്പോൾ എന്താണ്, 10ാം തരം യോഗ്യതയുള്ള അല്ലെങ്കിൽ 10th യോഗ്യത വരുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ CGL പോലെ ഒന്നും നമ്മൾ വലിയ ഡിഫിക്കൽട്ടായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മുൻ വർഷത്തെ ക്വസ്റ്റ്യനുകളെ മനസ്സിലാക്കി ചെയ്യുന്ന രീതിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ക്വാളിഫൈ ചെയ്ത് നമുക്ക് തന്നെ നമ്മളെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSC MDS എന്ന് പറയുന്നത്. ഓക്കെ, ചിലർ വിചാരിക്കും സാർ ഞാൻ CGL നോക്കുന്നുള്ളൂ അല്ലെങ്കിൽ CHSL നോക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ എല്ലാവരും ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് 10th ലെവൽ, അതെ 10th ലെവൽ നമുക്ക് എന്ത് വന്നിരിക്കുകയാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാം ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് നമുക്കൊരു കോൺഫിഡൻസ് തരുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കി, എല്ലാവരും നോക്കി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്, ഓഡ് ഓൺ ഔട്ട്, കൂട്ടത്തിൽ പെടാത്ത ആളിനെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഈ നമ്പറുകളുടെ പ്രത്യേകത ഓപ്ഷൻസ് ആയിട്ട് ഞാൻ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. എന്താണ് ഓപ്ഷൻസ് നോക്കുമ്പോൾ 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. 256, 144, 81, 676. ഈ നമ്പേഴ്സ് നോക്കുമ്പോൾ ഒരു നമ്പർ ഓഡ് നമ്പർ ആണ്. ഇറ്റ് ഈസ് 81 ഈസ് ദ ഓഡ് നമ്പർ. അപ്പോൾ അത് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാം. ഈ സംഖ്യകൾക്ക് പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം. എന്താണ്, 16ന്റെ സ്ക്വയർ ആണ്. ഇതെന്താണ്, 12ന്റെ സ്ക്വയർ ആണ്. ഇതെന്താണ്, 9ന്റെ സ്ക്വയർ ആണ്. ഇതെന്താണ്, 26ന്റെ സ്ക്വയർ ആണ്. അല്ലെ, കുറെ സംഖ്യകളുടെ സ്ക്വയറുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്ക്വയറുകളിലും ഈ പ്രത്യേകതയുണ്ട്. എന്താണ്, സ്ക്വയറുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഈവൻ സംഖ്യയുടെ സ്ക്വയർ ആണ്, ഇത് ഈവൻ നമ്പറിന്റെ സ്ക്വയർ ആണ്, ഈവൻ നമ്പറിന്റെ സ്ക്വയർ ആണ്. ഇത് മാത്രം. അപ്പം ഡെഫിനറ്റ്ലി ഈ 2 കാരണങ്ങൾ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറാണ് എന്ത്, ഓഡ് ഓൺ ഔട്ട് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് കൊണ്ടുപോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു എല്ലാവരും നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയും. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഞാൻ പറയുന്നു 122 കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ 121 വരും. എന്താണ്, 11ന്റെ സ്ക്വയർ അല്ലെ. ഇതെന്താണ്, 169 എല്ലാവരുടെയും മനസ്സിലുണ്ട്, 13ന്റെ സ്ക്വയർ അല്ലെ. ഇതെന്താണ്, 16ന്റെ സ്ക്വയർ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. ഇതെന്താണ്, 15ന്റെ സ്ക്വയർ 225. അപ്പൊ ഈ ഇത്രയും 3 നമ്പേഴ്സിനും ഇറ്റ് ഈസ് 121 പ്ലസ് 1, ഇറ്റ് ഈസ് 169 പ്ലസ് 1, ഇറ്റ് ഈസ് 225 പ്ലസ് 1. അതായത് 15ന്റെ സ്ക്വയർ പ്ലസ് 1, 13ന്റെ സ്ക്വയർ പ്ലസ് 1, 11ന്റെ സ്ക്വയർ പ്ലസ് 1. അപ്പോ സ്ക്വയർ പ്ലസ് 1 ആണ് ബാക്കി എല്ലാത്തിലും വന്നിരിക്കുന്നത്. ഇതിലോ ഡയറക്റ്റ് ആയിട്ട് 16ന്റെ സ്ക്വയർ വന്നിരിക്കും. വീണ്ടും സ്ക്വയറിന്റെ ഒരു ലോജിക് അവിടെ വന്നു. പക്ഷെ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, ബാക്കി എല്ലാ നമ്പറും ഓപ്ഷൻ സി ഒഴിച്ച് ബാക്കി എല്ലാ നമ്പറും സ്ക്വയർ പ്ലസ് 1 ആയിരുന്നു. നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കടന്നു പോകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണിത്, വേർഡ് ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എന്തായിരുന്നു കുട്ടികളെ, നമ്പർ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ. എന്നാൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്, വേർഡ് ക്ലാസിഫിക്കേഷൻ. കുറെ വേർഡുകൾ തന്നിരിക്കുന്നു. ലഡാക്ക്, ഷിംല, പിന്നെന്താണ്, ഡെറാഡൂൺ, അതേപോലെ തന്നെ ഗാങ്ടോക്ക്. ഈ 4 സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇന്ത്യയിലെ പല സ്ഥലങ്ങളാണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്താണ്, എക്സെപ്റ്റ് ലഡാക്ക് ബാക്കി എല്ലാം എന്താണ് പറഞ്ഞേ, ഷിംല ആയാലും ഡെറാഡൂൺ ആയാലും ഗാങ്ടോക്ക് ആയാലും ഇതെല്ലാം എന്താണ്, ക്യാപിറ്റൽസ് ആണ്. സോ ലഡാക്ക് ഒഴിച്ച് അല്ലെ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽസ് ഒക്കെ നമ്മുടെ വേർഡ് ക്ലാസിഫിക്കേഷനുമായി ഓഡ് ഓൺ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അതുകൊണ്ട് അവയൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇത് ആൽഫബറ്റ് ക്ലാസിഫിക്കേഷൻ അല്ലേ. ഐഡന്റിഫൈ ദ ലെറ്റർ ക്ലസ്റ്റർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഫോളോയിങ് സീരീസ്. ഞാനിവിടെ ക്വസ്റ്റിന്റെ ഒരു പാറ്റേൺ തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇവനെ ഒന്ന് നോക്കാം കേട്ടോ. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, DE, ഓക്കെ, GH, ABCDE, DE അടുത്തടുത്ത നമ്പറാണ്. E കഴിഞ്ഞ FG, അതായത് E കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ F, അത് കഴിഞ്ഞ് G. അപ്പൊ 2ന്റെ വ്യത്യാസം. H കഴിഞ്ഞ് IJK, അവിടെയും 2ന്റെ വ്യത്യാസം. K കഴിഞ്ഞ് LM, M ആണ് വരേണ്ടത് 2ന്റെ വ്യത്യാസമാണെങ്കിൽ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. NM ആണ് വന്നിരിക്കുന്നത്. M കഴിഞ്ഞിട്ട് LMN, NM, LMNOP. ഓക്കെ, അപ്പൊ അവിടെ ഈ ഒരു നമ്പറിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഇവിടാണ് പ്രശ്നം വന്നിരിക്കുന്നത്. കാരണം ഇവിടെ MN എന്നായിരുന്നെങ്കിലോ,
OP PQ ഇത് ഓക്കെ ആവും. അപ്പൊ ഇവനാണ് MN എന്ന് വരേണ്ടതിന് പകരം NM എന്ന് വന്നിരിക്കുന്നു. സോ ഓപ്ഷൻ ഡി ഈസ് ദ ഓഡ് വൺ ഔട്ട്. അതായത് ആ സീരീസുമായി കണക്ട് ചെയ്യപ്പെടാത്ത ആൻസർ ആരാണ്? NM ആണ്. ക്ലിയർ ആണ്? അപ്പൊ ആ രീതിയിൽ സീരീസ് എന്നുള്ള രീതിയിൽ തന്നിട്ട് വേണം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വലിയ സംഖ്യകൾ തന്നാൽ എപ്പോഴും നിങ്ങൾ വലിയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. വലിയ സംഖ്യ ആണെങ്കിൽ, ലാർജസ്റ്റ് നമ്പർ ആണെങ്കിൽ, ഒന്ന് സം ഓഫ് ദ ഡിജിറ്റ് നോക്കുക, അത് യുണീക്കായിട്ട് വരും, ബാക്കി എല്ലാത്തിൻ്റെയും ഒരെണ്ണത്തിന്റെ വയലേറ്റ് ചെയ്ത് വരും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഓഡ് ഈവൻ. ഇവിടെ ഇപ്പൊ നേരിട്ട് നോക്കുന്ന കാര്യത്തിൽ തന്നെ എന്താണ്, ഇത് ഈവൻ നമ്പറാണ്, ഈവൻ നമ്പറാണ്, ഈവൻ നമ്പറാണ്, ഇവൻ മാത്രം എന്താണ്, ഓഡ് നമ്പറാണ്. സോ വെരി ക്ലിയർ, വെരി സിമ്പിൾ. ഒരു മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതും എന്താണ്? US നമുക്ക് നോക്കാം. US OM BE AY എന്തുവാണ്? PQRS TU അതാണ് എന്താണ്? -2 അല്ലേ? LMNO NO -2. ഇവിടെ ഇങ്ങോട്ടോ BCDE +3 YZDA -2. ക്ലിയർ ആണ്? ഇതാണ് ഓപ്ഷൻ. ഏതാണ്? BE ആണ് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ആ തന്നിരിക്കുന്ന ലെറ്ററുകളുടെ കോമ്പിനേഷനിലെ ഡിഫറൻസ് മാത്രമേ ഞാൻ പരിഗണിച്ചുള്ളൂ. വളരെ നിസാരം എനിക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വലിയ നമ്പറാണ്, പക്ഷെ ഒരുപാട് വലുത് എന്ന് പറയാൻ ഒക്കത്തില്ല. അത് ഈ സംഖ്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ സംഖ്യയ്ക്ക് നിങ്ങൾ ഡിവിസിബിലിറ്റി അറിയാവുന്നവരാണെങ്കിൽ, മാത്സിനകത്ത് ഡിവിസിബിലിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കി എല്ലാ നമ്പറും, ഈ നമ്പർ ആയാലും ഈ നമ്പർ ആയാലും ഈ നമ്പർ ആയാലും 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരേ ഒരു നമ്പർ അതാരാണ്? 2514 ഒഴിച്ച് ബാക്കിയെല്ലാം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ ഡിവിസിബിലിറ്റി അറിയാവുന്നവർക്ക് വേഗം അറിയാം. ആ രീതിയിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ OPTU. നമുക്കത് വരച്ച് അത് മറ്റേതുപോലെ നോക്കണം. എന്താണ്? OPTU LMST CDJK ABHI. നമുക്ക് നോക്കാം. LMNOP +1 LM +1 CD +1 AB +1 എല്ലാം രണ്ടാമതാണ്. അടുത്ത എന്താണ്? PT PQRS LMNP QRS T. അതായത് 4ന്റെ വ്യത്യാസം. LMNOPQRS 6ന്റെ ഡിഫറൻസ്. EFGHIJ 6ന്റെ ഡിഫറൻസ്. BCDEFGH 6ന്റെ ഡിഫറൻസ്. അപ്പൊ തന്നെ ക്ലിയർ ആണ്. എന്താ? ഇത് മാത്രമാണ് 4ന്റെ വ്യത്യാസം വന്ന രണ്ടാമത്തതുമായിട്ട്. ഓപ്ഷൻ എ ആണ് ഓഡ് വൺ ഔട്ട് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിലുള്ള എന്ത് നോക്കുക, ഓരോന്നും തമ്മിലുള്ള ആ റിലേഷൻ നോക്കിയാൽ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഇവനാണ് ഓഡ് വൺ ഔട്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, മാർക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ അതാണ് പറഞ്ഞത്, SSC MDS എന്ന് പറയുന്നത് ഒരു 10th യോഗ്യതയുള്ള പരീക്ഷയാണ്. അതിന്റെ റീസണിംഗ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ SSC MDS പരീക്ഷ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവരും ജോലിക്ക് പോവുകയോ പോവാതിരിക്കുകയോ എന്ത് വന്നാലും ആ എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് നോക്കാം. വീണ്ടും എഴുതുന്നു. UVS LMH. നിങ്ങളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുവാണ്. നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പിള്ളേരെ. ഇങ്ങനെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. STUV എന്താണ് വന്നേക്കുന്നത്? +1. PQRS TUV എന്താണ്? -3. LMHI +1 YZ എല്ലാം +1 ഓക്കെയാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായി HIJKLM 5ന്റെ വ്യത്യാസം വന്നു.
എഫ് ജി എച്ച് ഐ -3 ഡബ്ല്യു എക്സ് വൈ ഇസഡ് -3. ക്ലിയർ അല്ലേ? ഇവിടെ അല്ലേ -5ന്റെ വ്യത്യാസം വന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അപ്പം വേർഡ് ക്ലാസിഫിക്കേഷനും ആൽഫബറ്റ് ക്ലാസിഫിക്കേഷനും നമ്പർ ക്ലാസിഫിക്കേഷനും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിൽ ആൻസർ കളയത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പോകാം നമുക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വളരെ നിസ്സാരം, വളരെ നിസ്സാരം. എന്താണ് 10ാമത്തെ ക്വസ്റ്റ്യൻ? പറഞ്ഞേ. ആഫ്രിക്ക, ആഫ്രിക്ക, പിന്നെന്താ? ആഫ്രിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇതെല്ലാം എന്തിനകത്താ വരുന്നത്? കോണ്ടിനെന്റ്സിന്റെ കാര്യം. ഇതെല്ലാം, ഇത് മാത്രമല്ലേ ഉള്ളൂ പിള്ളേരെ? സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു കൺട്രിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? സൗത്ത് ആഫ്രിക്ക ഒരു കൺട്രിയാണ്. യൂറോപ്പ്, അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക, ആഫ്രിക്ക എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ ഭൂഖണ്ഡങ്ങളാണ് അല്ലേ? കോണ്ടിനെന്റുകളാണ്. അപ്പൊ ഇത് മാത്രമാണ് ഒരു രാജ്യം വരുന്നത്. സോ ആൻസർ സൗത്ത് ആഫ്രിക്ക ഈസ് ദ റൈറ്റ് ആൻസർ, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ പെടാത്ത ആള് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിച്ചു. 10 വളരെ നിസാരം. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്, അല്ലാതെ നമ്മളായി പ്രിഫർ ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ല. അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഈ വന്നിരിക്കുന്ന പാറ്റേൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നു, ഒരു 5 ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വളരെ നിസാരമായി ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കമന്റ് ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് കുറച്ച് പേരുടെ കമന്റുകൾ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസർ ഏതാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കൂടാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നും. നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിന്റെ ആൻസേഴ്സ് എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4, 5ന്റെ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഞാൻ അടുത്ത ദിവസം പുതിയ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. പുതിയൊരു ടോപ്പിക്ക്. ഞാൻ അനലോഗി കഴിഞ്ഞ ദിവസം എടുത്തു, ഇപ്പൊ 2ാമത് ക്ലാസിഫിക്കേഷൻ എടുത്തു. റീസണിങ്ങിലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. കൂടാതെ ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.